ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശക്തനായ എതിരാളികളില്ലാതെ ഫുൾ സൈസ് SUV ശ്രേണിയിൽ തകർത്താടി കുതിച്ചു പായുകയാണ് നമ്മുടെ സ്വന്തം ടൊയോട്ടയുടെ ഫോർച്യൂണർ. ഇന്ത്യൻ വാഹന വിപണിയിൽ തന്നെ അമേരിക്കൻ ബ്രാൻഡായ ഫോർഡ് സ്ഥലം വിട്ടതോടുകൂടി സന്തോഷം കണ്ടെത്തിയത് ടൊയോട്ടയായിരുന്നു. എന്നാൽ മുഖ്യ ശത്രു കളം വിട്ടതോടുകൂടി ഇരട്ടി വേഗത്തിൽ കുതിക്കാൻ എന്തായാലും ഫോർച്യൂണറിന് കഴിഞ്ഞു. എന്നാൽ ഇനി അധികം നാൾ വിലസേണ്ടി വരില്ല എന്ന സൂചനയുമായി എത്തിയിരിക്കുകയാണ് സാക്ഷാൽ ഫോർഡ്. പുതിയ എൻഡേവറിന് പേറ്റന്റ് എടുക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ചെന്നൈ പ്ലാന്റിന്റെ വിൽപ്പനയിൽ നിന്നും പിന്മാറുക തുടങ്ങിയ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഫോർഡ് എൻഡേവർ ഇന്ത്യൻ നിരത്തുകളിലേക്ക് മടങ്ങി വരുമെന്ന് ശക്തമായ സൂചനകൾ നൽകിയ കമ്പനി ഇപ്പോൾ പുതിയ SUVയെ ഇന്ത്യൻ നിരത്തുകളിൽ എത്തിച്ചതായാണ് സൂചനകൾ വന്നിരിക്കുന്നത്. അതായത് തായ്ലാന്റിൽ അമേരിക്കൻ ബ്രാൻഡ് വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ള എവർസ്റ്റ് എന്ന മോഡലിന്റെ സ്പൈ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നത്. തമിഴ്നാട്ടിലെ നിർമ്മാണ യൂണിറ്റ് JSW ഗ്രൂപ്പിന് വിൽക്കാനുള്ള പദ്ധതി ഫോർഡ് റദ്ദാക്കിയതിനു പിന്നിൽ ഫോർഡ് എൻഡേവർ പുറത്ത് ഇറക്കാനുള്ള ഐഡിയ ആയിരുന്നുവെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. എവർസ്റ്റ് എന്ന പേരിൽ നിലവിൽ തായ്ലാന്റിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്ന ഫോർഡ് എൻഡേവർ ടൊയോട്ട ഫോർച്യൂണറിന്റെയും MG ഗ്ലോസ്റ്ററിന്റെയും ശക്തനായ ഒരു എതിരാളിയായി വീണ്ടും അവതരിക്കുമ്പോൾ പ്രതീക്ഷകളും ഏറെയാണ്. ചെന്നൈയിലെ ഒരു ടോ ട്രാക്കിൽ ഫോർഡ് എൻഡേവർ കൊണ്ടുപോകുന്നതിന്റെ സ്പൈ ചിത്രങ്ങൾ ഓട്ടോകാറിന്റെ പുറത്തുവിട്ടതോടുകൂടിയാണ് ഇതിലേറെ സംസാര വിഷയമായിരിക്കുന്നത്. ഈ SUVയുടെ പ്രസ്തുത യൂണിറ്റ് ചെന്നൈയിലെ ഫോർഡ് ഇന്ത്യ പ്ലാന്റിലേക്ക് കൊണ്ടുപോകാനായിരിക്കും സാധ്യത കൂടുതൽ. എന്തായാലും അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി പരീക്ഷണത്തിന് വേണ്ടിയായിരിക്കും ഇത് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാലും എൻഡേവർ പൂർണ്ണമായും പ്ലാന്റിൽ നിന്ന് അസംബിൾ ചെയ്യുകയോ അതോ ബിൽറ്റപ്പ് യൂണിറ്റായി ഇറക്കുമതി ചെയ്യുമോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തത വന്നിട്ടില്ല. ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് നടക്കുന്നതെങ്കിൽ അധിക തുക നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. മോഡലാകുമ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റായ എൻഡേവറിന് 60 ലക്ഷം രൂപയിൽ കൂടുതൽ ഓൺ റോഡ് വില നമ്മൾ മുടക്കേണ്ടി വരും. പ്രതിവർഷം 1.5 ലക്ഷം കാറുകളും 3.25 ലക്ഷം എഞ്ചിനുകളും നിർമ്മിക്കാൻ ശേഷിയുള്ള 350 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തമിഴ്നാട്ടിലെ ഈ പ്ലാന്റിൽ നിന്ന് കയറ്റുമതി ചെയ്യാനും ഫോർഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആഭ്യന്തര തലത്തിൽ തന്നെ ഉൽപാദനമോ അസംബ്ലിങ്ങോ നടന്നാൽ അതൊരു മികച്ച തീരുമാനമായിരിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ഇന്ത്യയിൽ വരാൻ പോകുന്നത് അന്താരാഷ്ട്ര വിപണികളിലുള്ള ഏറ്റവും പുതിയ തലമുറ ആവർത്തനം തന്നെയാകും. ഇപ്പോഴത്തെ പുതിയ എൻഡേവർ മുൻപുള്ളതിനെ പോലെ ലാഡർ ഫ്രെയിം ആർക്കിടെക്ചറുള്ള റേഞ്ചർ പിക്കപ്പ് എന്ന പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ അതിന്റെ എഞ്ചിൻ ലൈനപ്പിനൊപ്പം റേഞ്ചറിൽ നിന്ന് തന്നെ ചില ഡിസൈൻ ഘടകങ്ങളും കടമെടുക്കുന്നതാണ്. വലിയ ഫ്രണ്ട് ഗ്രിൽ, മാട്രിക്സ് LED ഹെഡ്ലാമ്പുകൾ, C ആകൃതിയിലുള്ള DRLകൾ, L ആകൃതിയിലുള്ള ടെയിൽ ലാമ്പുകൾ, പുതിയ ബമ്പറുകൾ, ടെയിൽ ഗേറ്റ് എന്നിവ പുറഭാഗങ്ങളിൽ നമുക്ക് കാണാനാകും. എന്നാൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഓഫ് റോഡിലും ഓൺ റോഡിലും സഹായകരമാകുന്ന 21 ഇഞ്ച് അലോയ് വീലുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആഡംബരം വാരിക്കോരി വെച്ചിരിക്കുന്ന അകത്തളമായിരിക്കും കാണാനാകുക. വലിയ പനോരമിക് സൺറൂഫ് ഉള്ള 3 വരി ലേഔട്ടിലാണ് ഇതിന്റെ ക്യാബിൻ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു തുക മുടക്കിക്കൊണ്ട് ഈ വാഹനം വാങ്ങുന്നത് കൊണ്ട് തന്നെ അമേരിക്കൻ മുതലാളിമാർ ഇതിലെ മോഡേൺ ഫീച്ചറുകൾ നൽകുന്നതിൽ യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ആപ്പിൾ കാർപ്ലേ, ഓൺ റോഡ് ഓട്ടോ, വയർലെസ് ചാർജിങ്, 12 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 12.4 ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ യൂണിറ്റുകൾ, 3 സ്പോക്ക് ലെതർ എൻകേസ്ഡ് സ്റ്റിയറിംഗ് വീല് എന്നിവയെല്ലാം ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. ക്യാമറ, 9 എയർ ബാഗുകൾ, അഡാസ് എന്നിവയിലൂടെയാണ് എൻഡേവറിന് സുരക്ഷയൊരുക്കുക. അഡാസ് ലെവൽ 2 ടെക്കിൽ ഫ്രീ കൊളിഷൻ അസിസ്റ്റ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഇന്റർസെക്ഷൻ അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള്, പിന്നെ ഹാൻഡ്സ്ഡ് ഫ്രീ പാർക്കിംഗ് തുടങ്ങിയ നൂതന സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ 170 bhp പവറിൽ 405 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. സെലക്ട് ഷിഫ്റ്റിനൊപ്പം 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് ഇത് ജോഡിയാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ 210 bhp കാര്യത്തിൽ പരമാവധി 500 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 2 ലിറ്റർ ബൈ ടർബോ ഡീസൽ എഞ്ചിനും ഇതിൽ വരുന്നുണ്ട്. സെലക്ട് ഷിഫ്റ്റിനൊപ്പം 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടായിരിക്കും ഇത് ജോഡിയാക്കിയിരിക്കുന്നത്. എൻഡേവർ വേരിയന്റിനെ ആശ്രയിച്ച് ഇതിന് 6 ഡ്രൈവ് മോഡുകൾ ലഭിക്കുന്നുണ്ടെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇതുകൂടാതെ 4x2, 4x4 എന്നീ ഡ്രൈവ് ഓപ്ഷനുകളും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്താണ് പുതിയ എൻഡേവറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഫോർച്യൂണറിന് ഇവനൊരു വെല്ലുവിളിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.